Hello everyone. അപ്പോൾ എൻവയോൺമെന്റ് എഡ്യൂക്കേഷന്റെ യൂണിറ്റ് 2 നാച്ചുറൽ റിസോഴ്സസ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. അടുത്ത ടോപ്പിക് ആയിട്ടുള്ള വാട്ടർ റിസോഴ്സ്. വാട്ടർ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഓൾ അക്വാറ്റിക് എക്കോസിസ്റ്റംസ് ആർ യൂസ്ഡ് ബൈ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാട്ടർ റിസോഴ്സും അല്ലെങ്കിൽ എല്ലാ അക്വാറ്റിക് സിസ്റ്റങ്ങളും നമ്മുടെ എൻവയോൺമെന്റിലുള്ള അക്വാറ്റിക് എന്ന് പറയുന്നത് വാട്ടർ എക്കോസിസ്റ്റം എന്താണ് നമ്മളെ പീപ്പിൾസ് ഡെയിലി നീഡ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? ഡ്രിങ്കിങ് വാട്ടർ, വാഷിംഗ്, കുക്കിംഗ്, വാട്ടറിങ് ആനിമൽസ്, ഇറിഗേഷൻ ഫീൽഡ്സ്, ഇതിനൊക്കെ എന്താണ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് ഈ വാട്ടർ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. വാട്ടർ ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ നാച്ചുറൽ റിസോഴ്സ് ഓഫ് എർത്ത്. എർത്തിലെ ഏറ്റവും മോസ്റ്റും അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സ് ആണ്. അതുപോലെ തന്നെ എർത്തിന്റെ സർഫേസിൽ 70% വാട്ടർ ആണ് കവർ ചെയ്യുന്നത്. ബട്ട് ഓൺലി 3% ഓഫ് ദിസ് ഈസ് ഫ്രഷ് വാട്ടർ. ഒരു എർത്ത് എടുക്കുകയാണെങ്കിൽ അതിന്റെ 70% ആര് കവർ ചെയ്യുന്നുണ്ട്? വെള്ളം കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ 3% മാത്രമേ ഉള്ളൂ ഫ്രഷ് വാട്ടർ. നമുക്ക് കുടിക്കാനും നമുക്ക് കുളിക്കാനും നമ്മുടെ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെറും 3% ഉള്ളൂ. ഗ്ലോബൽ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70% ഓഫ് വാട്ടർ യൂസ് ചെയ്യുന്നത് ഫാമിങ്ങിനാണ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനാണ്. അതുപോലെ തന്നെ 25% യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും 5% മാത്രമേ എന്തിനു യൂസ് ചെയ്യുന്നുള്ളൂ? ഡൊമസ്റ്റിക് യൂസ്. ഡൊമസ്റ്റിക് യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പീപ്പിൾസിന്റെ യൂസസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഇന്ത്യൻ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ഓഫ് വാട്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അഗ്രികൾച്ചറിനാണ്. 7% മാത്രമേ നമ്മൾ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുള്ളൂ. 3% മാത്രമേ നമ്മൾ ഡൊമസ്റ്റിക് യൂസ് ചെയ്യുന്നുള്ളൂ. വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ റിസോഴ്സ് എൻവയോൺമെന്റിൽ കിട്ടുന്നതാണ്. അതിൽ തന്നെ ടൈപ്സ് ഓഫ് വാട്ടർ റിസോഴ്സ് ആണ്. ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് വാട്ടർ. സർഫസ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എർത്തിന്റെ സർഫസിൽ കാണപ്പെടുന്ന റിവർ, ലേക്ക്, പോൺസ് അല്ലെ, ഇതൊക്കെ എർത്തിന്റെ സർഫസിൽ കാണപ്പെടുന്നതാണ് എന്ത്? സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ. എന്താണ് ഗ്രൗണ്ട് വാട്ടർ? കിണർ അല്ലെ, കുഴൽക്കിണർ. എങ്ങനെയാണ് അത് ഡിഗ് ചെയ്ത് കുഴിച്ച് അണ്ടർഗ്രൗണ്ട് എന്നാണ് നമ്മൾ വാട്ടർ എടുക്കുന്നത്. പിന്നെന്താണുള്ളത്? റെയിൻ വാട്ടർ അല്ലെ, മഴ ക്ലൗഡിൽ നിന്ന് വാട്ടർ വരുന്നു, നമ്മൾ അത് ശേഖരിച്ചു വെക്കുന്നതാണ് റെയിൻ വാട്ടർ കാര്യങ്ങൾ. അപ്പൊ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് യൂസിന്, അതുപോലെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, എനർജി ജനറേഷൻ, റിക്രിയേഷൻ ആൻഡ് ടൂറിസം, ഇതിനൊക്കെ എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? വാട്ടർ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? വാട്ടർ സ്കേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഓക്കെ, വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ഇല്ല അല്ലെ, ആവശ്യമായ വെള്ളം നമുക്ക് കിട്ടുന്നില്ല. അതാണ് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് പീപ്പിൾസിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും എന്തിനോ ആവട്ടെ വാട്ടർ ഇല്ല അല്ലെ. വരൾച്ച, ഇപ്പൊ കഠിനമായ ചൂടും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തില്ല? കിണറിൽ വെള്ളമല്ല, പറ്റി അല്ലെ. വാട്ടർ സ്കേഴ്സിറ്റി ഹാപ്പൻസ് വെൻ, എപ്പോഴാണ് വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവുക? വാട്ടർ ഈസ് ലിമിറ്റഡ് ഡ്യൂ ടു റെയിൻഫാൾ, ഡ്രോട്ട് ഓർ ഡ്രൈയിങ് വാട്ടർ സോഴ്സസ്. റെയിൻഫാൾ, മഴ കുറയുമ്പോ അല്ലെ, മഴക്കാലം അല്ലാത്ത വേനൽക്കാലം അല്ലെ, ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ സമ്മർ സീസണിലാണെന്നുണ്ടെങ്കിലും കഠിനമായ ചൂട് കാരണം എന്ത് സംഭവിക്കും? വെള്ളം വറ്റുകയാണ്. വെള്ളം എന്താണ്? മഴ ഇല്ല, അതുകൊണ്ട് ലോ റെയിൻഫാൾ കാരണം എന്ത് ഒരു വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും. പിന്നെ വരൾച്ച, ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വരൾച്ച. ഡ്രൈയിങ് വാട്ടർ സോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കടലും മറ്റ് റിവേഴ്സ് ഒക്കെ എന്താണ്? വെള്ളം ഇല്ലാണ്ട് വറ്റി പോവാം. വാട്ടർ ഈസ് പൊല്യൂട്ടഡ് ആൻഡ് സേഫ് ടു യൂസ്. നമ്മൾ ഈ ഇൻഡസ്ട്രീസിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തിൽ ഒഴുക്കി വിടുകയാണ്? വാട്ടറിൽ ഒഴുക്കി വിടുമ്പോൾ അത് പൊല്യൂട്ടഡ് ആവും, അത് അൺസേഫ് ആവും. ഡിമാൻഡ് ടു ഹൈ ഫോർ ദ അവൈലബിൾ സപ്ലൈ. പോപ്പുലേഷൻ കൂടും തോറും എന്താണ്? അവൈലബിലിറ്റി കൂടുകയാണ്. അപ്പൊ ഹൈ ആയിട്ട് ഡിമാൻഡ് കൂടുകയാണ് വാട്ടർ സോഴ്സിന്. ഓക്കെ, ഓവർ എക്സ്ട്രാക്ഷൻ, ഗ്രൗണ്ട് കോസ്റ്റ് ഡിപ്ലീഷൻ ആൻഡ് ലാൻഡ് സബ്സ്റ്റൻസ്. നമ്മൾ ഈ കുഴിച്ചാണ് ബാക്കി കാര്യങ്ങളും ഇൻഡസ്ട്രീസ് ബിൽഡിങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിന്റെ സോഴ്സ് അവിടെ മൂടി വെക്കുകയാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെയാണ് വാട്ടർ സ്കാർസിറ്റി. പ്രിവെൻഷൻ ഓഫ് വാട്ടർ സ്കാർസിറ്റി. എങ്ങനെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് റെയിൻ വാട്ടർ. നമ്മള് മഴവെള്ള ശേഖരണം എന്ന് പറയില്ലേ. അടുത്ത എന്താണ്? വാട്ടർ കൺസർവേഷൻ, വെള്ളം എടുത്തു വെക്കുക അല്ലെ. നമുക്ക് കുറെ വെള്ളം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എടുത്തു വെക്കുക. അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജി ഓഫ് ഫാമിങ്ങിലൊക്കെ എന്ത് ചെയ്യാണ്? പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടെത്തുക. റീയൂസ് ആൻഡ് റീസൈക്കിൾ ഓഫ് വാട്ടർ. വാട്ടറിനെ എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. പ്രൊട്ടക്ടിങ് നാച്ചുറൽ വാട്ടർ ബോഡീസ്. പ്രൊട്ടക്ടിങ് നാച്ചുറൽ വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ എന്താ പറയാ, റിവേഴ്സ്, പോണ്ട്, സീസ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? പൊല്യൂഷൻ ഒന്നും ഇല്ലാണ്ട് വാട്ടർ ബോഡീസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, വാട്ടർ എന്താണെന്നും അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുക അല്ലെ. പിന്നെ എന്താണ്? ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. ഗവൺമെന്റിന്റെ പോളിസീസ് വരണം അല്ലെ, വാട്ടർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളും. പിന്നെ അഫോറസ്റ്റേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്. പിന്നെ അടുത്ത എന്താണ്? മിനറൽ റിസോഴ്സസ്. മിനറൽ റിസോഴ്സസ് ഈസ് എ നാച്ചുറൽ ഒക്കറിംഗ് സബ്സ്റ്റൻസ്.
അത് എർത്തിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് ഒക്യൂർ ചെയ്യുന്ന ഒരു സാധനമാണ് മിനറൽ എന്ന് പറയുന്നത്. അത് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റിൽ ഒരു ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് മിനറൽസ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഡിഫൈൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ഫിസിക്കൽ കോമ്പോസിഷൻ. അവർക്ക് കെമിക്കൽ ആയിട്ടുള്ള കോമ്പോസിഷനും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ പറഞ്ഞാൽ മിനറൽസ് ആർ ഫോംഡ് ഓവർ പീരീഡ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൽ മിനറൽസ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഇഷ്ടം പോലെയുള്ള ടൈം പീരീഡ് ആണ്. പീരീഡ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലെ, കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു മിനറൽസ് എവിടെ ഉണ്ടാവുന്നത്, എർത്തിന്റെ ക്രസ്റ്റിൽ നമ്മൾ കാണപ്പെടുന്നത്. മിനറൽസ് ആൻഡ് ദ ഓസ് നീഡ് ടു എക്സ്ട്രാക്ട് ഫ്രം എർത്ത് ഇന്റീരിയർ സോ ദേ ക്യാൻ ബി യൂസ്ഡ് ആൻഡ് ദിസ് ഇസ് പ്രോസസ് ഇസ് നോട്ട് മൈനിങ്. അപ്പോ എർത്തിന്റെ ക്രസ്റ്റിന്റെ സർഫസിൽ അല്ലെങ്കിൽ ഇന്റീരിയറിലായിരിക്കും ആരുണ്ടാവുക, ഈ മിനറൽസ് ഉണ്ടാവുക. ഓക്കെ, അതിന് നമ്മൾ എന്ത് പ്രോസസ് യൂസ് ചെയ്തിട്ടാണ്, മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ് യൂസ് ചെയ്തിട്ടാണ് ഡിഗ് ചെയ്തെടുക്കുക. അടുത്തത് ടൈപ്സ് ഓഫ് മിനറൽസ്. മിനറൽസ് എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? മെറ്റാലിക്. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്ൻ മെറ്റൽസ് ഇൻ റോ ഫോമിൽ എന്തുണ്ട്? മെറ്റൽസ് ഉണ്ട്. ഇപ്പൊ പച്ചക്ക് അല്ലെങ്കിൽ ഫുൾ എന്താണ്? മെറ്റൽ ആണ് സാധനം. ഓക്കെ, അത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അവർ ഹീറ്റും ഇലക്ട്രിസിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്താ പറയുക? അയൺ, ഓർ, മാഗ്നീഷ്യം, നിക്കൽ, കൊബാൽറ്റ്, ഇതൊക്കെ എന്താണ്? മെറ്റാലിക്കിന് ഒരു എക്സാമ്പിൾസ് ആണ്. അടുത്ത എന്താണ്? നോൺ മെറ്റാലിക്. നോൺ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ്. മെറ്റൽസ് എന്ത് ചെയ്യുന്നില്ല അവിടെ? കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അതാണ് ആര്? നോൺ മെറ്റാലിക്. ഇൻഡസ്ട്രീസിലും അഗ്രികൾച്ചറിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ നോൺ മെറ്റാലിക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഏതൊക്കെയാണ് എക്സാമ്പിൾ? മൈക്ക, സോൾട്ട്, പൊട്ടാഷ്യം, സൾഫർ, ഗ്രാനൈറ്റ്, ഇതൊക്കെയാണ് എന്ത്? നോൺ മെറ്റാലിക്കിന്. അടുത്ത എന്താണ്? എനർജി മിനറൽസ്. എനർജി മിനറൽസ് എന്നും മിനറൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എനർജി ക്രിയേറ്റ് ചെയ്യാണ്. യൂസ് ഫോർ എനർജി ജനറേറ്റിംഗ് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എനർജി മിനറൽസ്. അത് എന്തൊക്കെയാണ് എക്സാമ്പിൾ? കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെയാണ് എന്ത്? മിനറൽസിന്റെ ടൈപ്സ് വരുന്നത്. എൻവയോൺമെന്റ് എഫക്ട്സ് ഓഫ് എക്സ്ട്രാക്ട് മിനറൽസ്. നമ്മൾ പറഞ്ഞു എർത്തിന്റെ ക്രസ്റ്റിൽ നിന്നാണ് മിനറൽസ് എടുക്കുന്നതെന്നാണ്. ഈ മിനറൽസ് എടുക്കുമ്പോൾ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, സോയിൽ ഇറോഷൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ. അല്ലെ, നമ്മുടെ എന്ത് ചെയ്യും? എയർ പൊല്യൂട്ടഡ് ആവും. അല്ലെ, നമ്മൾ ഈ എക്സസ് ആയിട്ട് മിനറൽസ് എടുക്കുന്നതോറും എയറിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? പോവാണ്, എയർ പൊല്യൂട്ട് ആവും. അതുപോലെ വാട്ടർ പൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? എൻവയോൺമെന്റിൽ നമ്മൾ എക്സസ് ആയിട്ടുള്ള മിനറൽസ് എടുത്താൽ സംഭവിക്കുന്നത്. അടുത്തത് പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ്. മിനറൽസിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? ഇതിന്റെ ഈ എക്സസ് ഓഫ് മിനറൽസ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? യൂസ് മിനറൽസ് വൈസ്ലി. നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യത്തിന് മാത്രം എന്ത് യൂസ് ചെയ്യുക? മിനറൽസ് യൂസ് ചെയ്യുക. റീസൈക്കിൾ ആൻഡ് റീയൂസ്. റീസൈക്കിളും ചെയ്യാം, അതുപോലെ റീയൂസ് ചെയ്യാം. അഡോപ്റ്റ് സസ്റ്റൈനബിൾ മൈനിങ് മെത്തേഡ്സ്. നമുക്ക് എക്കോ ഫ്രണ്ട്ലി എൻവയോൺമെന്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മൈനിങ് മെത്തേഡ് കണ്ടുപിടിക്കും. യൂസ് ആൾട്ടർനേറ്റീവ് റിസോഴ്സസ്. അതുപോലത്തെ മിനറൽസ് അല്ലാണ്ട് അതിന് പകരം വെക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ, മോണിറ്റർ ആൻഡ് കൺട്രോൾ ഇല്ലീഗൽ മൈനിങ്. പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുക, അങ്ങനെ മൈനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിനെ കുറിച്ച് എന്ത് ചെയ്യുക? അവരെ എഡ്യൂക്കേറ്റ് ആക്കുക. അതുപോലെ കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാം. ഇപ്പൊ ഒരു മോണിറ്റർ ആൻഡ് കൺട്രോൾ ഇല്ലീഗൽ മൈനിങ്. ഇപ്പൊ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇല്ലീഗൽ ആയിട്ട് മൈനിങ്, കോരി പൊട്ടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? അതൊക്കെ ഒരു മൈനിങ്ങിന്റെ ഭാഗമാണ്. അതെന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അതൊക്കെ എന്ത് ചെയ്യുക? കേസ് ആക്കി എടുക്കാം. അടുത്ത എന്താണ്? ഫുഡ് റിസോഴ്സസ്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ മനുഷ്യരിൽ ഏറ്റവും വേണ്ട ഒരു സാധനമാണ് എന്ത്? ഫുഡ് എന്ന് പറയുന്നത്, അല്ലെ? ഫുഡ് ഇസ് എ മോസ്റ്റ് ബേസിക് നീഡ് ഫോർ ഹ്യൂമൻ സർവൈവൽ. ഒരു ഹ്യൂമന്റെ സർവൈവലിന് വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്താണ്? ഫുഡ് റിസോഴ്സസ് ആണ്, അല്ലെ? വി ഗെറ്റ് ഫ്രം ഫുഡ്. നമുക്ക് എവിടെ നിന്നൊക്കെ ഫുഡ് കിട്ടുന്നുണ്ട്? പ്ലാന്റ്സ്, ആനിമൽസ്, ഹസ്ബൻഡറി, ഫിഷിംഗ്, അല്ലെ? ടുഡേ അവർ ഫുഡ് കംസ് ഓൾമോസ്റ്റ്ലി എൻറ്റയർലി ഫ്രം അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷിംഗ്, അല്ലെ? ഇപ്പോഴത്തെ പുതിയ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറിനും ആനിമൽസ് ഹസ്ബൻഡ്, ഫിഷിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. മോഡേൺ പാറ്റേൺ ഓഫ് അഗ്രികൾച്ചർ ഇപ്പോഴത്തെ പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺസർട്ടബിളും അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് നമ്മൾ കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സിന്റെയും ഫെർട്ടിലൈസറിന്റെയും എക്സസീവ് ആയിട്ടുള്ള യൂസ് കാരണം നമ്മൾ എന്ത് ചെയ്യാണ്? എൻവയോൺമെന്റിന്റെ പൊല്യൂഷൻ വരുത്തുകയാണ്, പൊല്യൂട്ട് ആക്കുകയാണ്, അല്ലെ? അടുത്ത പോയിന്റ് എന്താണ്? FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. എന്താണ് ഫുഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? കൺസേർവ് ലാൻഡിനെ കൺസേർവ് ചെയ്യുക, അതുപോലെ വാട്ടറിനെ കൺസേർവ് ചെയ്ത് പ്ലാന്റ് അനിമലൊക്കെ കൺസേർവ് ചെയ്ത് അഗ്രികൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് FAO ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോബ്ലം അടുത്തെന്താണ്? ഫുഡ് ക്രൈസിസ്, അല്ലെ? ഫുഡ് ക്രൈസിസ് എന്ന് പറയുന്നത് ഫുഡിന്റെ ഷോർട്ടേജ്, ഫുഡ് ഇല്ലാണ്ടാവുക, അല്ലെ? In many countries where pollution, population are expanded rapidly, the production of food is unbeatable, unable to keep pace and the growing demand. എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് റിലേറ്റഡ് ഫുഡ് റിസോഴ്സ്.
പോപ്പുലേഷൻ ഗ്രോത്ത് കാരണം എന്ത് സംഭവിക്കും? ഫുഡിന്റെ ഷോർട്ടേജ്. ക്രോപ്പ് ലൂസ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ഹെവി റെയിൻഫോളും അതുപോലെ തന്നെ കഠിന ചൂടൊക്കെ സംഭവിക്കും. എന്ത് സംഭവിക്കും? റെയിൻഫോൾ വേണ്ടാത്ത സാധനങ്ങൾ കൂടുതൽ വെള്ളം കിട്ടിയത് സംഭവിക്കും, അത് ചീഞ്ഞു പോകും അല്ലെ. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഓർ എന്ത് സംഭവിക്കും? ക്രോപ്പിന്റെ ലൂസ് സംഭവിക്കും. സോയിൽ ഫെർട്ടിലിറ്റി ലൂസ് ടു ഓവർ യൂസ് ഓഫ് ലാൻഡ് അല്ലെ. ലാൻഡ് നമ്മൾ ഈ ഇൻഡസ്ട്രീസും ബിൽഡിങ്സും ഒക്കെ കെട്ടി പണിക്കാൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? അഗ്രികൾച്ചർ ഫാമിംഗ് ഒന്നും എന്തില്ല, ലാൻഡ് ഇല്ല. വേസ്റ്റേജ് ഓഫ് സ്റ്റോറേജ് ആൻഡ് കൺസപ്ഷൻ. നമ്മൾ ഫുഡ് എന്ത് ചെയ്യുക? വേസ്റ്റ്. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് ചെയ്യുക, ബാക്കി അവിടെ വെക്കുക, അല്ലാതെ കളയാൻ നിൽക്കരുത്. അതാണ് ഫുഡ് പ്രൈസസ് എന്ന് പറയുന്നത്. അടുത്ത മെയിൻ കോസ് ഓഫ് ഫുഡ് പ്രൈസസ് എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, വാർസ് ആൻഡ് കോൺഫ്ലിക്ട്, റൈസിംഗ് ഫുഡ് പ്രൈസസ്, വാട്ടർ സ്കാർസിറ്റി, സോയിൽ ഇറോഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്, പെസ്റ്റ് ആൻഡ് പ്ലാന്റ് ഡിസീസ്. എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിന്റെ ചേഞ്ച് കാരണം അല്ലെ, മഴ കാരണം, വെള്ളം കാരണം അഗ്രികൾച്ചർ നമുക്ക് ഫാമിംഗ് ചെയ്യാൻ പറ്റുന്നത്. വാർസ് ആൻഡ് കോൺഫ്ലിക്ട്, നമ്മൾ പറഞ്ഞാൽ ഗ്യാസയിലും അവിടെ ഇവിടെയൊക്കെ എന്താണ് യുദ്ധം നടന്നിട്ട് എന്ത് ചെയ്യാണ്? മനുഷ്യന്മാർക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാല്ല അല്ലെ. യുദ്ധവും അതുപോലെ വാക്ക് തർക്കങ്ങളൊക്കെ സംഭവിക്കും. എന്ത് സംഭവിക്കും? ഭക്ഷണം കിട്ടാണ്ടാവും. റൈസിംഗ് ഫുഡ് പ്രൈസസ് അല്ലെ, നമ്മൾ ഒരു പച്ചക്കറി കടയിലോ മീൻ കടയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഫുഡിന്റെ പ്രൈസ് എന്ത് ചെയ്യാണ്? കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക, റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വാങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ വാങ്ങില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ. പിന്നെന്താണ്? വാട്ടർ സ്കാർസിറ്റി, സോയിൽ, പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെ. ദിനം ബൈ ദിനം, ഡേ ബൈ ഡേ എന്താ സംഭവിക്കുന്നത്? പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ പെസ്റ്റ് ആൻഡ് പ്ലാന്റ് ഡിസീസസ്, പെറ്റ്സിനും പ്ലാന്റ്സിനും ഒക്കെ എന്ത് ചെയ്യാണ്? ഡിസീസസ് വരികയാണ് അല്ലെ. അടുത്തെന്താണ്? ഹൗ ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. നമുക്ക് എങ്ങനെ ഫുഡിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? യൂസ് ഹൈ ഈൽഡ് ക്രോപ്സ് അല്ലെ. ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ക്രോപ്സ് സെലക്ട് ചെയ്യാം. ഇറിഗേഷൻ ആൻഡ് വാട്ടർ മാനേജ്മെന്റ്, മോഡേൺ ഫാമിംഗ് ടെക്നോളജി, ഫെർട്ടിലൈസർ ആൻഡ് സോയിൽ മാനേജ്മെന്റ്, പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സപ്പോർട്ട് സ്മോൾ ഫാമേഴ്സ്, റെഡ്യൂസ് ഫുഡ് വേസ്റ്റ്, ഇംപ്രൂവ് ആൻഡ് സ്റ്റോറേജ്. ഇങ്ങനെ അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? കൂട്ടുക. അതുപോലെ ഓർഗാനിക്കും ആയിട്ടുള്ള അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ്, അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ഫുഡ്. നമുക്ക് ആവശ്യമുള്ള മാത്രം കഴിക്കാൻ, ബാക്കി അവിടെ വെക്കുക. നമ്മൾ കൂടുതലിട്ട് വേസ്റ്റ് ചെയ്യാണ്ട്. പിന്നെന്താ? ഇംപ്രൂവ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഇംപ്രൂവ് സ്റ്റോറേജ്. ഇപ്പം കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സംവിധാനം കൂടി നമ്മൾ കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? താങ്ക് യു.